20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അത് അവളുടെ കുറ്റം കൊണ്ടല്ല. അവളുടെ ആങ്ങളെയും അച്ഛനും ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. സ്വന്തം വീട്ടിലൊന്ന് വസ്ത്രം മാറാനോ കുളിക്കാനോ പറ്റാത്ത അവസ്ഥ. കുളിമുറിയുടെയും ബെഡ്റൂമിൻ്റെയൊക്കെ വാതിൽ അടിച്ചു തകർത്ത് കളയുന്നൊരവസ്ഥ. നമ്മുടെ നാട്ടിലെ പെൺകുഞ്ഞുങ്ങളൊക്കെ എങ്ങോട്ട് പോകും പൗർണമി? പിന്നെ അമ്മമാരില്ലാത്ത പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? അല്ല, ഇതിപ്പോ അമ്മ ഉണ്ടായിട്ട് പോലും അവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്, സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ പെൺകുട്ടി സ്വന്തമായിട്ട് നേരിട്ട് വന്നിട്ട് തൻ്റെ അച്ഛൻ്റെയും ആങ്ങളയുടെയും എഗെയിൻസ്റ്റ് ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കണം ആ കുട്ടി ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. ഇത് വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ വൈക്കം നിയോജക മണ്ഡലത്തിൽ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ നടന്ന സംഭവമാണ്. ആ കുട്ടി ഒരു ചാനലിന് അഭിമുഖം, അല്ലെങ്കിൽ ആ ചാനൽ അവരുടെ മാന്യത കൊണ്ട് ആ ഫേസ് അവർ കാണിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും ആ കുട്ടി സ്വയം പറയുകയാണ് നേരിട്ട് താൻ തൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നത് ഇന്നതൊക്കെയാണ്. ഇപ്പൊ ആ കുട്ടിക്ക് 20 വയസ്സുണ്ട്, ശാരീരിക ഇപ്പൊ പറഞ്ഞ പോലെ. പക്ഷേ 15ാമത്തെ വയസ്സിൽ സ്വന്തം അച്ഛൻ ഇരുമ്പ് വടികൊണ്ട് പോലും അവരെ ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു, തലക്കടിക്കുമായിരുന്നു എന്ന്. അതായത് ലൈംഗിക ചുവയോടെ സംസാരം. സ്വന്തം അച്ഛൻ ഒരു മകളോട് അങ്ങനെ സംസാരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അതായത് ആ കുട്ടി തന്നെ പറയാ, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ഛനാണ് ചേട്ടന് പൈസ കൊടുക്കുന്നത് ഈ പറയുന്ന ലഹരികൾ വാങ്ങാൻ. കഞ്ചാവ് ബീഡിയൊക്കെ വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, സിഗരറ്റ് എന്താണെങ്കിലും വീട്ടിലിരുന്ന് വലിക്കുന്നുണ്ട്, ആ കൂടെ കഞ്ചാവ് ബീഡി ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛനാണ് ചേട്ടന് പൈസ കൊടുക്കുന്നത്. അമ്മയോട് വന്ന് ചോദിക്കും, അമ്മ കൊടുക്കില്ല. പക്ഷെ ആ ദേഷ്യം എല്ലാം തങ്ങളോടാണ് തീർക്കുന്നത്. അമ്മ ജോലിക്ക് പോകുമ്പോൾ തന്നെ വീട്ടിലിരുത്തിയിട്ട് പോകാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്ക് പേടിയാണ്. അച്ഛൻ്റെയും സഹോദരൻ്റെയും കൂടെ വീട്ടിൽ മകളെ ഒറ്റയ്ക്കാക്കി പോകാൻ അമ്മയ്ക്ക് പേടിയാണ്. ആ അമ്മ ജോലിക്ക് പോകുന്നിടത്ത് മകളെയും കൂടെ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇപ്പോൾ ഈ കുട്ടി സഹികെട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാൽ 20 വയസ്സായി. നമുക്കറിയാം 20 വയസ്സിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായം എന്ന് പറയുന്നത് കോളേജ് സമയമാണ്. എങ്ങനെയെങ്കിലും ഉള്ളതെല്ലാം, അല്ലെങ്കിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണെങ്കിലും മകളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടാവും. അമ്മ കോളേജിൽ വിടുന്നുണ്ടാവും. ഈ അച്ഛനും മകളെയും ഒക്കെ ഉപദ്രവിക്കുന്ന പാടുകൾ ഈ കുട്ടിയുടെ ശരീരത്തിലൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും കോളേജിൽ പോകുമ്പോൾ കൂട്ടുകാർ ചോദിക്കും. അത് പറയാൻ ഏതൊരു പെൺകുട്ടിക്കും വിഷമം ഉള്ളതുപോലെ തന്നെ ഈ കുട്ടിക്കും വിഷമം ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോവാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അമ്മയെ വെളിയിൽ നിർത്തിയ ശേഷമാണ് ഈ കുട്ടി ഒന്ന് കുളിക്കുക പോലും ചെയ്യുന്നത്. ഈ അമ്മ ജോലിക്ക് പോയില്ലെങ്കിൽ ഈ മകളുടെ അവസ്ഥ എന്താണ്? ആ മകൾക്കോ അമ്മയ്ക്കോ ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥ. അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഇപ്പൊ ചേട്ടന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ജോലിക്ക് എപ്പോഴെങ്കിലും ഒക്കെ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും പൈസ കിട്ടുന്നത്. അത് അച്ഛനും മകനും കൂടെ കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും തീർക്കുകയാണ്. അതിനൊപ്പം തന്നെ അമ്മയെയും മകളെയും ഉപദ്രവിക്കുകയും കൂടെ ആണെങ്കിൽ എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോകും? ശരിക്കും ഇപ്പം ശാരിക പറഞ്ഞ പോലെ വാതിൽ പോലും ഇല്ല. ഇവർ ഓരോ വഴക്കിലും ഓരോ വാതിലുകളും അടിച്ചു തകർക്കുകയാണ്. ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം ആ കുട്ടിക്ക് 20 വയസ്സായ കുഞ്ഞാണ്. ആ കുഞ്ഞ് പറയുകയാണ്, ഇവർ കള്ളു കുടിച്ചിട്ട് കഞ്ചാവ് വലിച്ചിട്ട് അവർക്ക് സ്വബോധം തന്നെ ഉണ്ടാവാറില്ല, എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. ആരെ പറ്റിയാണ്? സ്വന്തം അച്ഛനെയും സഹോദരനെയും പറ്റി ഒരു കുട്ടി പറയുന്ന കാര്യങ്ങളാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനകത്ത് ഇടപെട്ട് കൃത്യമായിട്ട് ആ അമ്മയ്ക്കും മകൾക്കും ജീവിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷിതമായ താവളം കണ്ടെത്താൻ അവരെ സഹായിക്കണമെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ശരിക്കും എത്രയോ വലിയ വിപത്തുകളാണ് ഇനിയും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നാനിരിക്കുന്നത്. ശാരിക, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ വാർത്ത ഇപ്പൊ നമുക്ക് ഞെട്ടലൊന്നുമില്ല. കാരണം വീട്ടിൽ ഇപ്പൊ പെൺമക്കളെ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാര്, പെൺമക്കളെ കാമുകന്മാർക്ക് സമർപ്പിക്കുന്ന അമ്മമാർ, അല്ലെങ്കിൽ കണ്ണടച്ച് നിൽക്കുന്ന അമ്മമാർ, അങ്ങനെയുള്ള അമ്മമാരുണ്ട്. അതുപോലെ അച്ഛന്മാരുണ്ട്, സ്വന്തം മകളെ തന്നെ റേപ്പ് ചെയ്യുന്ന അച്ഛന്മാര്. അതോടൊപ്പം തന്നെ സ്വന്തം സഹോദരിയെ ലഹരിയുടെ പേരും പറഞ്ഞ് റേപ്പ് ചെയ്യുന്ന സഹോദരി. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നടക്കുന്നത്. അതായത് കേരളത്തിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കൂടിക്കൂടി വരുന്നാൽ ഇതിനൊരു അറുതിയില്ലേ? ഇപ്പോൾ മയക്കുമരുന്ന് വേട്ടയ്ക്കായിട്ട് ഇപ്പോൾ പോലീസുകാർ, ലഹരി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറേയധികം പേരെ പിടിക്കുന്നു. അവിടെ ഇവിടെ എല്ലാം മയക്കുമരുന്നിന്റെ വാർത്തകളാണ്. MDMA, അമ്മയും മോനും കൂടെ MDMA കൊണ്ട് കടത്തിയതിന് പിടിക്കുന്നു, അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും MDMA, ഭാര്യയും ഭർത്താവും MDMA, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആ പെൺകുട്ടിക്ക് ഒരു നീതി നടപ്പാക്കാനായിട്ട്, അല്ലെങ്കിൽ നീതി കിട്ടാൻ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമത്തിന് സാധിക്കാത്തത്? കാരണം 5 വർഷങ്ങൾക്ക് മുൻപ് പൗർണമി നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പെൺകൊച്ചിനെ തലയടിച്ച് പൊളിച്ചു. ഈ തന്തപ്പടിയെന്ന്, ഈ തന്ത, അതായത് ഈ അച്ഛനെന്ന് നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തെ. പിന്നെ ഒരു മാധ്യമ പ്രവർത്തകയാണ്, നമുക്ക് കൂടുതൽ മോശപ്പെട്ട വാക്കുകൾ ഒരു മാധ്യമ ധർമ്മത്തിന്റെ പേരിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവനെയൊന്നും നല്ല മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഭാഷകളല്ല, ഇവരെയൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പേഴ്സണൽ കാര്യം, ഒരു സമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ സംയമനം പാലിച്ചേ പറ്റുള്ളൂ, അല്ലേ പൗർണമി? സോ അതുകൊണ്ട് തന്നെ ഈ 5 വർഷങ്ങൾക്ക് മുൻപ് ഇയാളെ ശിക്ഷിച്ചതാണ്. ഈ പെൺകുട്ടിയെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട് തടയാൻ ചെന്ന പെൺകുട്ടിയെ തലയ്ക്കടിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതിന്റെ പേരിൽ
ഇയാളെ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞും ഇവര് പിന്നെയും ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇവർ രണ്ടുപേരും പണിക്ക് പോകത്തില്ല. അത് ഈ അച്ഛനും മകനും പണിക്ക് പോകത്തില്ല. പണം സൂചിപ്പിച്ചിട്ട് അമ്മയുടെ ഒരാളുടെ വരുമാനമാണ് അവിടെ ഉള്ളത്. അതും അവർക്ക് പ്രോപ്പറായിട്ട് പോകാൻ പേടിച്ചിട്ട് എങ്ങനെ, കാരണം പെൺമകളാണ്. അവളുടെ ഒരു 10ാമത്തെ, ഇന്ന് പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17 വയസ്സ് തൊട്ടേ അമ്മമാർക്കും അച്ഛന്മാർക്കും തൊട്ടാൽ പൊട്ടുന്ന പ്രായമെന്ന് പെൺകുട്ടികളെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പെൺകുട്ടികളുടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രായമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷെ ഇന്ന് 5ാമത്തെ വയസ്സ് തൊട്ട് പെൺമക്കളെ നമ്മൾ ഈ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കണം. ഈ അത്രയ്ക്ക് നരാധമന്മാരും വൃത്തികെട്ടവന്മാരുടെ നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കേരളം അത്രയ്ക്ക് നശിച്ചു പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. എന്തുകൊണ്ടാണ് ഇവർക്ക് പോലീസിന് പേടിയില്ലത്? അവൻ ജയിലിൽ കിടന്നൊരുത്തനാണല്ലേ. ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നവൻ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചവനാണ്. എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് അങ്ങോട്ട് അയാൾ ജയിലിൽ, അതിനുശേഷം ഇയാൾക്ക് വൈരാഗ്യമാണ് ഈ പെൺകൊച്ചിനോടെന്നാണ് ആ കുട്ടിയുടെ വാക്കുകൾ, നമുക്ക് വാർത്താ മാധ്യമത്തിൽ കൊടുത്ത വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ലൈംഗിക ചുവയോടുകൂടിയോ വേറൊരു അർത്ഥതലത്തിലൊക്കെയാണ് പെൺകുച്ചിനെ നോക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അച്ഛൻ്റെ ആങ്ങളുടെയും പോയ രൂപമല്ല തിരിച്ചു വരുന്നതെന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ പോലും ഇവളെ നോക്കുന്നത് വേറൊരു കണ്ണിലാണെന്നാണ്. അതാണ് ആ കൊച്ചിന്റെ ഏറ്റവും വലിയ ദുഃഖം. കാരണം ഈ ലൈംഗിക ചുവയുള്ള സംസാരമാണല്ലോ വീട്ടിൽ നിന്ന് എപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന തെറ്റിദ്ധാരണ. പക്ഷേ പുറം ലോകം മുഴുവൻ കരുതുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസാരം കേൾക്കുന്നവരെല്ലാം ചിന്തിക്കുന്ന ഈ കുട്ടിയും ഇവരുടെ വീട്ടിലുള്ള അച്ഛനും സഹോദരനുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ട് എന്നുള്ള രീതി. കാരണം ആ രീതിയിലാണ് സംസാരം പോകുന്നത്. ആ പെൺകുട്ടി യാതൊരുവിധ തെറ്റും അവിടെ ചെയ്തിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടി ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്? അതെ, കാരണം ഇതിന് ശരിക്കും തടയിടേണ്ട ആൾക്കാർ ആരാണ്? ആ പെൺകുട്ടി എന്ത് ചെയ്തു? അവൾ ഈ ഭൂമിയിൽ ജനിച്ചു. അവളുടെ അമ്മയ്ക്ക് ചെയ്യാവുന്ന ഒരു പരിധിയുണ്ട്. അവളുടെ അമ്മ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടിയെ ജോലിക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകും. എല്ലായിടത്തും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അവളൊരു വലിയ മുതിർന്നൊരു പെൺകുട്ടിയാണ്. സ്വന്തം വീട്ടിൽ, സാധാരണ നമ്മുടെ വീടുകളാണ് സുരക്ഷിതമായ ഇടങ്ങളെന്നാണ് നമ്മൾ കരുതിയിരുന്നത് ഒരു കാലം വരെയും. പക്ഷേ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് അത്രയും പ്രശ്നങ്ങളില്ല. പക്ഷെ പെൺകുട്ടികൾക്ക് ഇന്ന് സ്വന്തം വീടാണ് സുരക്ഷിതമല്ലാത്തതെന്നാണ്. ഇന്നിപ്പോൾ ഈ ഒരു 2025 കണക്ക് മാത്രം എടുത്തു നോക്കി, 24 കണക്ക് പൊയ്ക്കോട്ടെ, പക്ഷെ 25 കണക്ക് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവനവൻ്റെ വീടാണ് ഈ പറയുന്ന പെൺകുട്ടികളുടെ ഏറ്റവും നരകമായിട്ടുള്ള ഇടമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊറോണ കാലം തൊട്ട് നമുക്ക് ഉണ്ടാകുന്ന റിപ്പോർട്ടുകളാണ്. ഈ പറയപ്പെടുന്ന അച്ഛൻ മകളെ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരി റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തിന്? അമ്മയെ കിടപ്പ് രോഗിയായ അമ്മയെ റേപ്പ് ചെയ്ത നാട്, മകനുള്ള നാടാണ് നമ്മുടേത്. അത്രയ്ക്ക് മനോഹരമായ നാട്, അത്രയ്ക്ക് സംസ്കാര സമ്പന്നതയാണ്. ഇതിനൊക്കെ വഴിവെച്ച് കൊടുക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാനത്ത് പല പാർട്ടികളും മാറി മാറി ഭരിക്കും. പക്ഷേ സേന, അല്ലെങ്കിൽ പോലീസ് സേന, അല്ലെങ്കിൽ പട്ടാളം, പോലീസിന് നോക്കാൻ പറ്റില്ലെങ്കിൽ പട്ടാളത്തെ ഇറക്കൂ. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവനെയൊക്കെ നല്ല ശിക്ഷ കൊടുക്കാതെ, അതായത് ഒരു പെൺകുട്ടിയുടെ നേരെ കൈ ചെല്ലുമ്പോൾ, അത് അച്ഛനായിക്കോട്ടെ, മകനായിക്കോട്ടെ, ആങ്ങളെ ആയിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയുടെ നേരെ കാമാസക്തിയോടുകൂടിയോ അല്ലാതെയോ കൈ ഉയരുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു രക്തം ഒന്ന് വിറക്കണം, അവൻ്റെ ഹൃദയം ഒന്ന് വിറക്കണം പേടികൊണ്ട്. അങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ശിക്ഷ തിരുത്തിയേ മതിയാവും. ഈ പെൺകുട്ടികൾക്ക് നേരെയുള്ള അട്രോസിറ്റീസ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെറും അബലകളും ചപലകളുമാണെന്ന് പറയുന്നതിൽ ഒരു ചപലകളെന്ന് പറയാൻ പറ്റില്ല, അവരെ വെറും അബലകളാക്കിക്കൊണ്ടിരിക്കും. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ മാരടവും കയ്യിലും ഒക്കെ അടികൊണ്ട പാടുകളാണ്. കാരണം അച്ഛനും അനിയനും ആങ്ങളെയും എന്ന് പറഞ്ഞ ആൾക്കാർ ഇവരെ തല്ലിക്കൊണ്ടിരിക്കും. അതായത് ഈ പറയപ്പെടുന്ന കഞ്ചാവോ MDMA കഞ്ചാവ് ബീഡിയോ എന്താണെന്ന് വെച്ചാൽ വലിച്ചു കയറ്റി വന്നിട്ട് ഇവരെ ഉപദ്രവിക്കലാണ് മെയിൻ പണി. അമ്മയെ കുറേ കാലം മൃതപ്രായം ഉപദ്രവിക്കുന്ന കണ്ടിട്ട് സഹിക്ക വയ്യാതെ തടയാൻ ചെന്നതിനാണ് ആ പെൺകുട്ടിക്ക് തലയ്ക്ക് ഇരുമ്പ് അടി കൊണ്ട് തലക്കടിയേറ്റത്. അതിനാണ് ഇയാളെ പിടിച്ച് ശിക്ഷ കൊടുത്ത് ജയിലിൽ വിട്ടിട്ട് പിന്നെ എങ്ങനെ ഇയാൾ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ള വലിയൊരു പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. കാരണം ജോലിക്ക് പോകുന്നവരുടെ അമ്മ, മകൾ അവിടെ ഉണ്ട്. എന്തുകൊണ്ട് അമ്മയ്ക്കും മകൾക്കും അവിടെ ഒറ്റയ്ക്ക് താമസിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന മകനെയും അച്ഛനെയും ഈ വീട്ടിൽ നിറക്കി വിട്ടുകൂടാ? പക്ഷെ അപ്പോഴും ആ കുട്ടി അവൾ തന്നെ ഒരു റീസൺ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുറേ പൈസ അച്ഛൻ്റെയും മകൻ്റെയും കൈകളിലുണ്ട്, അത് ഞങ്ങൾക്ക് ഇങ്ങ് തരുവാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി താമസിച്ചോളൂ. ഒരു പക്ഷെ വീടൊക്കെ ഈ അച്ഛൻ്റെ കയ്യിലായിരിക്കാം, അല്ലേ? അങ്ങനെ തോന്നുന്നു. അത് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സഹിച്ച് അവർ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പോലെ അവരുടെ പൈസ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ പെരുവഴിയിലോട്ട് ഇറങ്ങാനും പറ്റില്ലല്ലോ പെൺകുട്ടിയെ. തീർച്ചയായും. അതുകൊണ്ട് നായകൾ പുറത്തു നിൽപ്പുണ്ടല്ലോ. അതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് തെരുവിലൊന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കാരണം 2-ന് പകരം 10 ആയിരിക്കും ആ പെൺകുച്ചിനെ പിച്ചിച്ച് തിന്നാനായിട്ട് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കുമല്ലോ അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇതിനോടൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് ഇതിന് ശക്തമായ നിയമ നടപടി, അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ നിയമവ്യവസ്ഥകളും നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാ ശിക്ഷകളും കുറ്റങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോഴും ആ ബുക്കിലിരിക്കുന്ന അല്ലാതെ ഒന്നുപോലും പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിൽ വളർന്നു വരുന്ന ഈ ക്രൂരതകൾ. ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ
ഇതെല്ലാം താനെ ഇല്ലാതായിക്കോളും. നമ്മുടെ നിയമത്തോട് അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷാവിധികളോട് ആർക്കും ഒരു പേടിയുമില്ല. ഇവിടെ എന്തും നടക്കും. ഇപ്പൊ കഞ്ചാവ്, കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കുന്നു, MDMA പിടിക്കുന്നു, ഹാഷിഷ് ഓയിൽ പിടിക്കുന്നു, എല്ലാം മാരക ലഹരി വസ്തുക്കളാണെന്ന് ഡബിൾ കോഡ്സിലിട്ട് പറയുന്നു. ഇതെല്ലാം പിടിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പിടിക്കുന്നുണ്ട്, ശൃംഖലകളെ തേടുന്നുണ്ട്, മാഫിയകളെ തേടുന്നുണ്ട്, എല്ലാവരെയും തേടി പിടിച്ച് അകത്തിടുന്നുമുണ്ട്. ആ ഇടുന്നതിലും വേഗത്തിൽ ഇവരെല്ലാം ഇറങ്ങി പോകുന്നുമുണ്ട്. അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? ഇതിനെ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുക കൂടെ വേണ്ടേ? ഇപ്പൊ ഇവരെല്ലാം ഇറക്കാൻ പുറത്ത് ആളുകൾ കാണും. ഇതൊന്നും അറിയാത്തവരല്ലല്ലോ നമ്മുടെ ഭരണകൂടം. അപ്പം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളും ക്രൂരതകളും ഇല്ലാതാവണം എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ചധികം ആളുകളെ ഉപദ്രവിച്ചാൽ കുറെ അധികം ആളുകൾ രക്ഷപ്പെടുമെങ്കിൽ ആ കുറച്ചു പേരെ ഉപദ്രവിക്കുന്നത് തന്നെയല്ലേ എപ്പോഴും നല്ലത്.